നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ എത്ര പേര് റിപ്പോർട്ടർ ചാനൽ കാണുന്നുണ്ട്? റിപ്പോർട്ടർ ചാനലിനോട് എനിക്ക് പേഴ്സണലായിട്ട് നല്ല വിദ്വേഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് മതസ്പർദ്ധ, രാഷ്ട്രീയ വിദ്വേഷം, പിന്നെ കൊലപാതകം, മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഏറ്റവും വൃത്തിഹീനമായ രീതിയിൽ സ്പർദ്ധയുണ്ടാക്കി മലയാളികളെ തമ്മിൽ അടുപ്പിക്കുന്നതിൽ ഇപ്പോൾ ഏറ്റവും അധികം മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലായിട്ട് റിപ്പോർട്ടർ ചാനൽ മാറിയിരിക്കുകയാണ്. ഒരു മനുഷ്യന് മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിൽ മാത്രമാണ് റിപ്പോർട്ടർ ചാനൽ വാർത്തകൾ ഉണ്ടാക്കുന്നത്. വാർത്തകളെ വളച്ചൊടിച്ച് വാക്കുകളെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കുത്തിക്കയറ്റി അനാവശ്യമായ രീതിയിൽ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തമ്മിലടുപ്പിക്കുക. പണ്ടും ഒരു 4 വർഷം മുമ്പും ഒരു 2 വർഷം മുമ്പും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു. CPM, BJP, കോൺഗ്രസും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരെ തമ്മിൽ മാക്സിമം രാഷ്ട്രീയ പോരാളികളെ ബദ്ധശത്രുക്കളാക്കി, ബന്ധങ്ങൾക്കൊരു വിലയും കൽപ്പിക്കാതെ, മനുഷ്യനാണ് എന്നതുപോലും മറക്കുന്ന രീതിയിൽ തമ്മിലടുപ്പിച്ചുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഓരോ ദിവസവും ഓരോ വാർത്തകളും അവർ ചെയ്യുന്നത്. അത്രയ്ക്കധികം നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനോ ഒരു CPMകാരനോ പരസ്പരം മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാത്തത്ര രീതിയിൽ അവഹേളിച്ചുകൊണ്ട് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും പുറത്താക്കിക്കൊണ്ട്, അല്ലെങ്കിൽ സൈബർ മാധ്യമത്തിലൂടെ, TV-യിലൂടെ, ടെലിവിഷനിലൂടെ പറയുന്നത് പോരാതെ സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ ഓരോ കഷ്ണങ്ങൾ ഇട്ടിട്ട് പ്രചരിപ്പിക്കലുണ്ട്. അതൊക്കെ കൂടി ചെയ്ത് ഒരു മനുഷ്യന് പോലും, അയൽവാസികൾക്ക് പോലും മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത അത്ര രീതിയിൽ, അത്ര അധികം സ്പർദ്ധ ഉണ്ടാക്കിക്കൊണ്ട് നാട്ടിലെ എല്ലാ ജനങ്ങളെയും തമ്മിലടുപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി, നിയമ നടപടി തന്നെ, ഹൈക്കോടതി ആണെങ്കിലോ സുപ്രീം കോടതി ആണെങ്കിലോ ആർക്കാണ് ഇതിനെതിരെ ഇവരെന്നെ തടയിടാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടയിട്ടുകൊണ്ട്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പരമോന്നത അധികാരം ഉപയോഗിച്ച് ഈ ഒരു ചാനൽ ഒരു മാധ്യമ പ്രവർത്തനം എന്തായിരിക്കണമെന്ന് അവരെന്നെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു നിയമം പുറത്തിറക്കണമെന്ന് തന്നെ ഞാൻ പറയുകയാണ്. രാജ്യത്തിൻ്റെ നിലനിൽപ്പിന്, രാജ്യത്ത് ഒരു നാടിൻ്റെ നിലനിൽപ്പിന്, നല്ല നടപ്പിന്, നല്ല തലമുറേനെ വാർത്തെടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള നീചന്മാർ പ്രവർത്തിക്കുന്ന നീചന്മാർ പ്രവർത്തിക്കുന്ന ചാനലുകൾ അടച്ചു പൂട്ടേണ്ടത് ആവശ്യമാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ്.